നമസ്കാരം. മനുഷ്യരിലെ സ്ത്രീ-പുരുഷ വ്യത്യാസങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? ജീവശാസ്ത്രപരമായും പരിണാമപരമായും ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് വളരെ മനോഹരവും സങ്കീർണവുമായൊരു ബയോളജിക്കൽ മൊസൈക്കാണ്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? ഓക്കെ, നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ റോഡ് മാപ്പ്. 1. പരിണാമവും ലൈംഗിക തിരഞ്ഞെടുപ്പും. 2. ഇതിന്റെ ജനിതക അടിസ്ഥാനം. 3. ഹോർമോൺ മാറ്റങ്ങൾ. 4. തലച്ചോറിലെയും ശരീരത്തിലെയും വ്യത്യാസങ്ങൾ. അവസാനമായി ബയോ സൈക്കോ സോഷ്യൽ ഇന്റർപ്ലേ. അപ്പോൾ മുന്നോട്ടു പോവാലോ? വിഭാഗം 1. പരിണാമവും ലൈംഗിക തെരഞ്ഞെടുപ്പും, അഥവാ എവല്യൂഷൻ ആൻഡ് സെക്ഷുവൽ സെലക്ഷൻ. എന്താണ് ഈ സെക്ഷുവൽ സെലക്ഷൻ എന്ന് ചോദിച്ചാൽ, ലളിതമായി പറഞ്ഞാൽ ഇണകളെ കണ്ടെത്താനുള്ള ഒരു വലിയ മത്സരമാണിത്. ഇത് 2 രീതിയിലുണ്ട്. സ്വന്തം വർഗത്തിലുള്ളവരുമായുള്ള മത്സരവും അതുപോലെ എതിർലിംഗത്തിൽപ്പെട്ടവരെ ആകർഷിക്കാനുള്ള കഴിവും. നമ്മുടെ പ്രാചീനകാലത്ത് പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക മത്സരങ്ങളെയും സ്ത്രീകളുടെ അതിജീവനശേഷിയും ഒക്കെ ഇത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബേറ്റ്മാൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയേണ്ടത്. പ്രജനനത്തിനായി കൂടുതൽ ഊർജവും സമയവുമൊക്കെ നിക്ഷേപിക്കുന്ന വിഭാഗം സ്വാഭാവികമായും ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ അല്പം കൂടി ചൂസിയായിരിക്കും എന്നതാണ് ഇതിന്റെ പ്രധാന ആശയം. ഈയൊരു അസന്തുലിതാവസ്ഥ സ്ത്രീകളിലും പുരുഷന്മാരിലും തീർത്തും വ്യത്യസ്തമായ പരിണാമ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചത്. ഈയൊരു കോൺട്രാസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സ്ത്രീകൾ പ്രജനനത്തിനായി വലിയൊരു ബയോളജിക്കൽ ഇൻവെസ്റ്റ്മെന്റാണ് നടത്തുന്നത്. ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ, പിന്നെ ദീർഘകാലം കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ അതിൽ വരും. എന്നാൽ പുരുഷന്മാരുടെ കാര്യമോ? താരതമ്യേന വളരെ കുറഞ്ഞ ശാരീരിക ചെലവിൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള സാധ്യതയാണ് അവർക്കുള്ളത്. ഇതാണ് നമ്മുടെ പരിണാമ ചരിത്രത്തെ ശരിക്കും രൂപപ്പെടുത്തിയതന്നെ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരാം. വിഭാഗം 2. ജനിതക അടിസ്ഥാനം, അഥവാ ജെനറ്റിക്സ്. ഒരു മാക്രോ ലെവലിൽ നിന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായ ജനിതക തലത്തിലേക്ക് വരികയാണ്. ഈ 3 ഘട്ടങ്ങൾ നോക്കൂ. ക്രോമസോമുകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സ്ത്രീകളിൽ XXും പുരുഷന്മാരിൽ XYയുമാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിൽ Y ക്രോമസോമിലുള്ള SRY എന്ന ജീനാണ് ശരിക്കും ഈ മാറ്റങ്ങൾക്കൊക്കെ തിരികൊളുക്കുന്നത്. ഇത് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുകയും ആൺസവിശേഷതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ജീൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഡീഫോൾട്ട് പാറ്റേൺ എന്ന നിലയിൽ ശരീരം സ്വാഭാവികമായും സ്ത്രീ സവിശേഷതകളിലേക്കാണ് വളരുക. ഇനി ഇതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം X ക്രോമസോമുകളാണ്. Y ക്രോമസോമിനപ്പുറം ഈ X ക്രോമസോമിൽ തലച്ചോറിനെയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയുമൊക്കെ സ്വാധീനിക്കുന്ന 800-ലധികം ജീനുകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് 2 X ക്രോമസോമുകൾ ഉള്ളതുകൊണ്ട് അവർക്കൊരു എക്സ്ട്രാ ബാക്കപ്പ് കിട്ടുകയാണ്. ഇത് അവർക്ക് വളരെ മികച്ചൊരു ഇമ്മ്യൂൺ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഇനി വിഭാഗം 3. ഹോർമോൺ മാറ്റങ്ങൾ, അഥവാ ദ ഡെവലപ്മെന്റൽ കാസ്കേഡ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. ജെനറ്റിക്സ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ് തരുന്നത്. എന്നാൽ ഹോർമോണുകളാണ് ശരിക്കും അവിടെ പണി തുടങ്ങുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹോർമോണുകൾ തലച്ചോറിനെയും ജനനേന്ദ്രിയങ്ങളെയുമൊക്കെ ഒരു പരിധിവരെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്യൂബർട്ടി അഥവാ കൗമാരപ്രായത്തിൽ ഹോർമോണുകൾ വീണ്ടും ആക്റ്റീവാകുന്നു. പുരുഷന്മാരിലുണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ സർജും സ്ത്രീകളിലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ സർജുമൊക്കെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ ടേബിളിൽ കാണുന്ന ഡേറ്റ ശരിക്കും കൗതുകമുണർത്തുന്നതാണ്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വളരെ ഉയർന്നതും സ്ഥിരതയുള്ളതുമാണ്. എന്നാൽ സ്ത്രീകളിൽ എസ്ട്രാഡിയോൾ ഉയർന്ന തോതിലാണെങ്കിലും അതൊരു സൈക്ലിക്കൽ പാറ്റേൺ ആണ്. അതായത് വലിയ ഏറ്റക്കുറിച്ചിലുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ സ്ത്രീകളിൽ കൂടുതൽ ബിഹേവിയറൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. അടുത്തതായി വിഭാഗം 4. തലച്ചോറിലെയും ശരീരത്തിലെയും ശരാശരി വ്യത്യാസങ്ങൾ. ഈ ചാർട്ട് നോക്കൂ. ഇത് നമ്മളൊരു പോപ്പുലേഷൻ ആവറേജ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. വ്യക്തികൾ തമ്മിൽ ഇതിൽ വലിയ മാറ്റങ്ങളുണ്ടാകാം. ശരാശരി നോക്കുമ്പോൾ പുരുഷന്മാർക്കൊരു 10% കൂടുതൽ മസിൽ മാസുണ്ട്. എന്നാൽ സ്ത്രീകൾക്കാകട്ടെ 6 മുതൽ 10% വരെ കൂടുതൽ ശരീരക്കൊഴുപ്പുണ്ട്. ഇത് പ്രജനന ആവശ്യങ്ങൾക്കൊക്കെയുള്ളൊരു എക്സ്ട്രാ എനർജി റിസർവാണ്. എന്നാലും ബേസ് ലൈൻ നോക്കിയാൽ നമ്മുടെ ശരീരഘടനകൾ തമ്മിൽ വലിയ സമാനതകളുണ്ട് എന്നതാണ് സത്യം. തലച്ചോറിന്റെ ഘടനയിലും ചില ചെറിയ ആവറേജ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് വികാരങ്ങളുമായി ബന്ധപ്പെട്ട അമിഗ്ഡാല പുരുഷന്മാരിൽ അല്പം വലുതാണ്. എന്നാൽ സ്ത്രീകളിൽ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തിനാണ് വലിപ്പം കൂടുതൽ. അതുപോലെ തലച്ചോറിന്റെ 2 ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കലോസും സ്ത്രീകളിൽ കുറച്ചുകൂടി സജീവമാണ്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ വ്യത്യാസങ്ങളെല്ലാം വളരെ ചെറുതാണ്. 2 പേരുടെയും തലച്ചോറുകൾ മിക്കവാറും ഓവർലാപ്പ് ചെയ്യുന്നതാണ്. 5 മുതൽ 7 വർഷം വരെ
പെട്ടെന്ന് ഈ വലിയ സംഖ്യ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെന്താണെന്ന്, അല്ലേ? ആഗോളതലത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതൽ ജീവിക്കുന്ന ശരാശരി വർഷങ്ങളാണിത്. ഇതിന് പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബാക്കപ്പാണ്. സ്ത്രീകളിലെ മികച്ച രോഗപ്രതിരോധ ശേഷിയും ഹൃദ്രോഗങ്ങൾ വരാനുള്ള വളരെ കുറഞ്ഞ സാധ്യതയുമൊക്കെയാണ് അവരെ ഇതിന് സഹായിക്കുന്നത്. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരാം. വിഭാഗം 5, ബയോസൈക്കോ സോഷ്യൽ ഇന്റർപ്ലേ. നമ്മുടെ പെരുമാറ്റ രീതികളിൽ ചില ട്രെൻഡ്സ് കാണാറുണ്ട്. ശാരീരികമായ അഗ്രഷനും ചില പ്രത്യേക സ്പേഷ്യൽ ടാസ്കുകളുമൊക്കെ ശരാശരി പുരുഷന്മാരിൽ കൂടുതലായി കാണാറുണ്ട്. എന്നാൽ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി അഥവാ എംപതി, റിലേഷണൽ അഗ്രഷൻ, അതുപോലെ സംസാരശേഷി ഇതൊക്കെ സ്ത്രീകളിലാണ് കൂടുതൽ. പക്ഷേ ഇതിൽ നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു പങ്കുണ്ട്. ഇത്തരം ജൈവിക പ്രവണതകളെ സൊസൈറ്റി പലപ്പോഴും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അടിച്ചമർത്തുകയോ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. ജീനുകൾ, ഹോർമോണുകൾ, തലച്ചോറിന്റെ വളർച്ച, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ അനുഭവങ്ങൾ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഹോർമോണുകൾ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തിരിച്ച് നമ്മുടെ ഹോർമോൺ ലെവലിനെ മാറ്റുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ജീവശാസ്ത്രമെന്നത് മാറ്റാൻ കഴിയാത്തൊരു വിധിയൊന്നുമല്ലെങ്കിൽ നമ്മൾ ആരാണെന്നതിന്റെ എത്ര ശതമാനമാണ് നമ്മുടെ ജീനുകളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്? ബാക്കി എത്ര ശതമാനമാണ് നമ്മുടെ സംസ്കാരം നമ്മളിൽ വരച്ചു കാട്ടുന്നത്? ഈയൊരു ടോപ്പിക് അവസാനിപ്പിക്കാൻ ഇതിലും മികച്ച മറ്റൊരു വാചകമുണ്ടാകില്ല. നമ്മുടെ തലച്ചോറ് ഒരു മൊസൈക്കാണ്. യാതൊരു തലച്ചോറും പൂർണ്ണമായും പുരുഷന്റേതോ അല്ലെങ്കിൽ സ്ത്രീയുടേതോ അല്ല. ജീനുകളും ഹോർമോണുകളും പിന്നെ നമ്മുടെ അനുഭവങ്ങളുമൊക്കെ ചേർന്നുണ്ടാകുന്ന വളരെ മനോഹരമായൊരു മിശ്രിതമാണിത്. മനുഷ്യന്റെ ജീവശാസ്ത്രവും സംസ്കാരവും എങ്ങനെയാണ് പരസ്പരം ഇഴചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. കൂടെയുണ്ടായിരുന്നതിന് നന്ദി.